രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ നിന്ന് മുഖം രക്ഷിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതൃസ്ഥാനത്ത് വനിതാ നേതാക്കളെ പരിഗണിക്കാൻ കോൺഗ്രസിൽ ആലോചന. അരിത ബാബു, ഡോക്ടർ സോയ ജോസഫ് എന്നിവരുടെ പേരുകൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നാണ് വിവരം. അതേസമയം കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും എം.കെ. രാഘവനും യൂത്ത് കോൺഗ്രസ് നോമിനികളെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ ആലോചന. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഈ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും എം.കെ. രാഘവനുമൊക്കെ അവരുടെ നോമിനികളെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനെയൊക്കെ മറികടന്ന് ഒരു വനിതാ നേതാവ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അത് എത്രത്തോളമാണ് സലീം? റിജിത്ത്, വളരെ വിരളമായ ഒരു സാധ്യത മാത്രമാണത്. വനിതാ നേതാക്കളുടെ പേര് എന്ന നിലയിൽ ചില യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ മാത്രമാണ് ഈ അരിതാ ബാബുവിനെ പരിഗണിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. അതിനൊപ്പമാണ് സോയ ജോസഫിന്റെ കൂടി പേര് ഉയർന്നു കേൾക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ പ്രധാനമായും ഈ വനിതാ അധ്യക്ഷ വരിക എന്നുള്ളത് വളരെ നേരിയ സാധ്യത മാത്രമാണുള്ളത്. നിലവിൽ കെ.സി. വേണുഗോപാൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ബിനു ചുള്ളിയിൽ, ഒപ്പം തന്നെ സ്വാഭാവികമായും രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധ്യക്ഷനായിട്ടുള്ള അബിൻ വർക്കി എന്നിവർക്കാണ് വലിയ സാധ്യതയുള്ളത്. ഇവരിൽ ഒരാളായേക്കാമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ കെ.എം. അഭിജിത്തിന്റെ പേരും കാര്യമായി തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയാണ് ഇവരെ പരിഗണിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ പക്ഷം ബിനു ചുള്ളിലിന് വേണ്ടി വാദിക്കുന്നു. അതിന് പല കാരണങ്ങൾ കൂടി നിരത്തുകയും ചെയ്യുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല സമയങ്ങളിലും ബിനു ചുള്ളിയിൽ അർഹതപ്പെട്ട സ്ഥാനങ്ങളിൽ പരിഗണിക്കേണ്ടതിന് തൊട്ട് മുൻപ് തഴയപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും പരാതി പറയാത്ത നേതാവായിരുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ ദേശീയ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ബിനു ചുള്ളിലിനെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നുള്ളൊരാവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലും ബിനു ചുള്ളിലിനായി ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിൽ അബിൻ വർക്കിയെ തന്നെ ആക്കണം, അബിൻ വർക്കി അല്ലാതെ മറ്റൊരു പേര് ഉയർത്തേണ്ട ആവശ്യമില്ല എന്നൊരാവശ്യം രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന് കാരണമായി കാണിക്കുന്നത് ഈ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും മറ്റൊരു അധ്യക്ഷനാകുമ്പോൾ ആ അധ്യക്ഷൻ രാജിവെച്ച് അതിലൊരു ഒഴിവ് വരുമ്പോൾ അതേ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ഏറ്റവും അധികം വോട്ട് നേടിയ രണ്ടാമൻ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ സംഘടനയെ നയിക്കേണ്ടതും അധ്യക്ഷനാകേണ്ടതും. അതിനപ്പുറത്തേക്ക് പുറത്തുനിന്നൊരാൾ വന്ന് ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ ഒരു വോട്ട് പോലും നേടാത്ത ഒരാളെ അധ്യക്ഷനാക്കേണ്ട കാര്യമില്ല എന്നൊരു നിലപാടാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കെ.എം. അഭിജിത്തിനായി എം.കെ. രാഘവനും രംഗത്തെത്തിയിട്ടുണ്ട്. റിജിത്ത്, ശരി. സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ ആളെന്ന നിലയ്ക്ക് അബിൻ വർക്കിയുടെ പേര് പരിഗണിക്കണം എന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അത് സാമുദായിക സമവാക്യങ്ങളെ ബാധിക്കും എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മറ്റു ചില നേതാക്കൾ വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.